ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവാണ്. വയ്യായിരുന്നു. ഇവനിപ്പോൾ ഇവിടെ കിടന്നിട്ട് ഇപ്പോൾ ഒന്നിനും വയ്യ. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകണാണ്. വണ്ടിയിൽ നിന്ന് കുറച്ച് ഇഷ്ട ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ പോണിൽ എന്താ അഭിപ്രായം? എന്തായാലും എല്ലാവരും അല്ലേ. പിന്നെ ഇതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇതാ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ ഇവിടെ പിന്നെ നേരം പോകാൻ വേറെ പോകണം. പിന്നെ എന്തായാലും പിന്നെ വീട്ടിലേക്ക് ചെന്നത് പിന്നെ ഇതാ ഫുഡ് ഇതെന്തോ ബീഫും പല വക അങ്ങനത്തെ എന്തൊക്കെ സാധനമാണ്. അപ്പോൾ ഞാൻ പിന്നെ പൂള ഉണ്ടായിരുന്നു. ഞാനതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വയറിന് സുഖമില്ലാത്തതുകൊണ്ട് എന്തോ അത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കഴിച്ചില്ല. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരം ടി വി ഒക്കെ കണ്ടങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ, ഗുളികയൊക്കെ കുടിക്കണമല്ലോ. അപ്പോൾ പിന്നെ റാഗി ഉണ്ടാക്കി കഴിച്ചു. അതിൽ ഞാൻ കുറച്ച് ഡിഫറൻസിന് ഹോർലിക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഇതാ കോഴിമുട്ട പൊരിക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഇതാക്കാമല്ലോ. ഇങ്ങനെ എല്ലാവരും ഒന്ന് കോഴിമുട്ട ഉണ്ടാക്കി വെക്കുന്നു കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം പനിയൊക്കെ പിടിച്ചിരിക്കുമ്പോൾ ഇത് കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ എനിക്കിഷ്ടമാണ്. എനിക്ക് പണ്ടൊക്കെ അമ്മ എപ്പോഴും ഉണ്ടാക്കി തന്നിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ. നല്ല രസമാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്യുക. പിന്നെ നമ്മളെ കോഴിമുട്ടയ്ക്ക് ഇടുക. പിന്നെ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാനൊന്നും ഭയക്കുന്നില്ല. അതിന് പിന്നാലെ പൊതുക്കുക. അങ്ങനെ അതിൻ്റെ ഇടയിൽ കാക്കുതാ ഓൻ്റെ ക്യൂട്ട്നെസ്സൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ആക്കി കഴിച്ചു. ഇന്ന് പിന്നെ ഒന്നും കഴിക്കാൻ ഒരു ഇതുണ്ടായിരുന്നില്ല. പനിയായിട്ട് ആ കാരം ഒന്നും വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു, ബീഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കഴിച്ചില്ല. പിന്നെ പനിയായ എപ്പോഴും ഉമ്മ എനിക്ക് ഇതുണ്ടാക്കി തന്നിരുന്നു ആദ്യമൊക്കെ ചെറുപ്പത്തിലൊക്കെ. അപ്പം അത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഭയങ്കര രസമാണ്. ജീരകവും ഇതൊക്കെ ഇട്ടിട്ടാകുമ്പോൾ ഒരു നല്ലൊരു നാടൻ കൂട്ടാണ്. അപ്പം അങ്ങനെ പിന്നെ ചോറും പിന്നെ ഇതാ വലിയ ഉള്ളി ഉണ്ടല്ലോ, ആ സവാള, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോറിന് കൂടെ വേറൊന്നും ഇല്ലെങ്കിൽ ഞാൻ കഴിക്കലുണ്ട്. അപ്പം അതും പിന്നെ ഒരു ഇതാ അലമ്പാക്ക ഇവിടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും അവ ഓടിച്ചോളും. അപ്പം അടുത്ത വീഡിയോ ഇത് ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ.